ചെങ്ങന്നൂരിലെ ABVP നേതാവായിരുന്ന വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി നാളെ. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ വിചാരണയിലൂടെ പരമാവധി ശിക്ഷ പ്രതികൾക്ക് പ്രതീക്ഷിക്കുമ്പോഴും SFI KSU നേതാക്കൾ മൊഴിമാറ്റിയത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. 20 പ്രതികളെ കേസിൽ സംഭവസമയം പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതി ഒഴികെയുള്ള 19 പേർക്കെതിരെ ആയ കേസിലാണ് വിധി പറയുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, എന്താണ് വിവരങ്ങൾ? കൃഷ്ണ, 2012 ജൂലൈ 16 വിശാൽ എന്ന ABVP പ്രവർത്തകൻ അതിക്രൂരമായി ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ അക്രമത്തിൽ കൊല്ലപ്പെടുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട വിധിയാണ് ഇപ്പോൾ 13 വർഷങ്ങൾക്കിപ്പുറം വിധി പ്രസ്താവന ഉണ്ടാകാൻ പോകുന്നത്. ഇതിൽ 20 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത വ്യക്തിയായിരുന്നു കൊലപാതകം നടത്തുന്ന സമയത്ത്. അതുകൊണ്ട് അയാളത് ജുവനൈൽ ജസ്റ്റിസ് കോർട്ടിലാണ് പരിഗണിക്കുന്നത്. ബാക്കി 19 പേരുടെ കേസിലാണ് ഇപ്പോൾ വിചാരണ പൂർത്തിയാക്കി വിധി പറയുന്നത്. ഇതിൽ ഏതാണ്ട് 55 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു, 205 രേഖകളും സമർപ്പിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ സംശയത്തിന് അതീതമായി തന്നെ കുറ്റകൃത്യം ചെയ്തത് ഇവരാണ് എന്ന് തെളിയിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഉള്ളത്. പ്രതാപ് ജി പടിക്കലാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ളത്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലടക്കം അദ്ദേഹം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി എത്തിയിരുന്നു. അതിൽ മുഴുവൻ പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരുന്നു. അതിന് സമാനമായി ഏറ്റവും നീതി പുലർത്തുന്ന വിശാലിൻ്റെ ആത്മാവിനടക്കം നീതി ലഭിക്കുന്ന ഒരു വിധി ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് പ്രതാപ് ജി പടിക്കലിനും മറ്റുമുള്ളത്. ഇതിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോഴും എല്ലാം തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനും മറ്റും വലിയ കാലതാമസം ഉണ്ടായിരുന്നു. അതിനുശേഷം ക്രൈംബ്രാഞ്ചാണ് ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയത്. അത്തരത്തിൽ വന്ന ആ അന്വേഷണത്തിലെല്ലാം വന്ന ഒരു കാലതാമസം ഇതിൻ്റെ തുടർന്നുള്ള കോടതി നടപടികളിലും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കോവിഡ് കാലത്തടക്കം അത്തരം നടപടികൾ നീണ്ടുപോകുന്നതിന് ഇടയാക്കിയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ 13 വർഷങ്ങൾക്കിപ്പുറം ഈ കേസിൽ വിധി പറയുന്നത്. ഒരു തരത്തിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ കൊലപാതകമായി തന്നെയാണ് വിശാൽ വധക്കേസിനെ കാണുന്നതും. ഇതിൽ പരമാവധി ശിക്ഷ മുഴുവൻ പ്രതികൾക്കും ലഭ്യമാക്കുക എന്നത് തന്നെയാണ് വിശാലിൻ്റെ ബന്ധുക്കളും എല്ലാം തന്നെ ആഗ്രഹിക്കുന്നതും. അതിക്രൂരമായാണ് പുതിയ വിദ്യാർത്ഥികൾ വരുന്നവരെ സ്വാഗതം ചെയ്യുന്നതിനുള്ള വിധി നാളെ അറിയാം. പ്രതികൾക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂട്ടർ.